ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട്. ഒന്നല്ല 2 പ്രമോ വന്നിട്ടുണ്ട്. അതിൻ്റെ അനാലിസിസിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ ഓൾറെഡി പ്രമോ കണ്ടിട്ടുണ്ടാവും, പല ചാനലിലും അതിൻ്റെ റിവ്യൂസും കണ്ടിട്ടുണ്ടാവും. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇന്ന് ആര്യനും ജിസയിലും കൂടെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജിസയിലിൻ്റെ അമ്മ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു. ആ വന്ന ഉടനെ തന്നെ ജിസൈലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കളി ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ അന്നേരം തന്നെ മനസ്സിലാവുന്നതിലുപരി അത് കൂടുതൽ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവും, നമ്മളെ ബിഗ് ബോസ് കാണിക്കാത്തതാവും. അതുപോലെ തന്നെയാണ് ആര്യൻ്റെ അമ്മയും ചേട്ടനും വന്നപ്പോഴും. ആര്യൻ്റെ ചേട്ടൻ ഒരു കാര്യം 2-3 പ്രാവശ്യം തറപ്പിച്ച് പറയുന്നുണ്ട്, നീ കളിക്കുന്നത് ശരിയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്ന്, അല്ലെങ്കിൽ തിരുത്തുക എന്ന്. അത് ഇൻഡയറക്റ്റ് ആണ്. അവർ നീ ഇപ്പം ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ നിൽക്കരുത് എന്ന് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ബിഗ് ബോസ് വഴക്ക് പറയും. അതിനു പകരം നീ ഇപ്പം ചെയ്യുന്നത് ശരിയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം ആര്യനും നല്ല ബുദ്ധിയുള്ളതാണ്, കുറച്ച് അരഗൻ്റാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഹോട്ട് സീറ്റർ ശാരികയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഈ ആര്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, അയ്യോ ഞാനൊക്കെ ആണെങ്കിൽ തല്ലിക്കൊന്നെ അവിടെ വെച്ച് തന്നെ. അത്രയ്ക്ക് നമുക്ക് നിങ്ങളാരും കണ്ടിട്ടില്ല എന്ന് കാണണം കേട്ടോ. ഭയങ്കര ഇറിറ്റേറ്റീവായിട്ട് തോന്നും. എന്താ ഇത്, ഒരു സീറ്റിൽ വന്നിരുന്ന് എന്ത് കോമാളിത്തരവ് കാണിക്കുന്നതെന്ന് തോന്നും. ഈ ബിഗ് ബോസിൽ കാണിക്കുന്ന അതിൻ്റെ 10-1 ഉള്ളൂ. ശരിക്കും ഒരുമാതിരി ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം വല്ലതാണെന്ന് തോന്നുന്നു, നമുക്ക് അത്രയ്ക്കാണ്. എനിവേ, അതുപോലെ തന്നെ ജിസയിൽ അതിന് ശേഷമാണ് ഈ പറയുന്ന കൂട്ട് അനീഷിനെ പ്രപ്പോസ് ചെയ്യുന്നതുമൊക്കെ. അനീഷിനെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ ആര്യൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തിൻ്റെ പേരിലായാലും ആര് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ആര്യൻ്റെ മനസ്സിൽ ജിസേലിനോട് മറ്റൊരു തരത്തിലുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ആര്യന് ഇറിറ്റേറ്റീവായിട്ടുണ്ടാകും. അത് മുതലായിരിക്കും ആര്യൻ ചേഞ്ച് ആയത്, അല്ലാതെ ആര്യൻ്റെ വീട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിലല്ല. കാരണം ആ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആര്യൻ്റെ മാനസികാവസ്ഥ ഏത് തരത്തിലുള്ളതാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരാൾ വീട്ടിലെ ആൾക്കാർ പറഞ്ഞാലോ അല്ലെങ്കിൽ സമൂഹം പറഞ്ഞാലോ മാറുന്ന ഒരാളല്ല. ഏജ് ഡിഫറൻസ് ഒന്നും ആര്യനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. പക്ഷേ ആര്യൻ്റെ മുൻപിൽ വെച്ച് ജിസയിൽ അനീഷിനെ പ്രപ്പോസ് ചെയ്തതാണ് ഇവർക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാവാൻ കാരണമായത്, പ്രത്യേകിച്ചും ആര്യനിടയിൽ. അതാണ് ഇപ്പം നടക്കുന്ന ഈ ഇവരുടെ കോംബോയ്ക്കിടയിലുള്ള ഒരു വിള്ളൽ വീണതിൻ്റെ പ്രശ്നം. എന്തായാലും നാളെ ജിസയിൽ ഔട്ടാകുന്ന സമയത്ത് ആര്യൻ എന്തായാലും വാവിട്ട് കരയും. അങ്ങനെയുള്ള എപ്പിസോഡൊക്കെ നമുക്ക് കാണാം.